ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 23/4/2025 നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0.01 ഇൻറ്റു 0.02. സൊല്യൂഷൻ 0.01 ഇൻറ്റു 0.02 ഈസ് ഈക്വൽ ടു, ഇത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. ഡെസിമൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ആദ്യം ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 ഇൻറ്റു 2 2ആയിരിക്കും വരുന്നത്. എന്നിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ടെന്ന് നോക്കുക. അത്ര അക്കങ്ങൾ തന്നെയായിരിക്കും ആൻസറിലും ഡെസിമൽ പോയിന്റിന് ശേഷം വരേണ്ടത്. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം 1, 2, 3, 4 അക്കങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസറിലും ഡെസിമൽ പോയിന്റിന് ശേഷം 4 അക്കങ്ങളെ വരുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്, ആദ്യം ഈ സംഖ്യകൾ തമ്മിൽ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്തല്ലോ, അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 4 അക്കം മാറ്റി 4 അക്കം ഇടത്തോട്ട് മാറ്റി ഒരു പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ ഒരക്കേ ഉള്ളൂ, ഇനി 3 അക്കങ്ങളും കൂടെ വേണം. അതിനായിട്ട് 3 0 ഇട്ടാൽ മതി, എന്നിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 0.0002 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, 0.0002. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്കും കൂടെ പറഞ്ഞു തരാം. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര അക്കങ്ങളുണ്ടെന്ന് നോക്കുക. അത് തന്നെയായിരിക്കും ആൻസറിലെ ഡെസിമൽ പോയിന്റിലും വരുന്നത്. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം ക്വസ്റ്റ്യനിൽ 4 അക്കങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരത്തിലും ഡെസിമൽ പോയിന്റിന് ശേഷം 4 അക്കമുള്ള ഒരു സംഖ്യ ആയിരിക്കും. അത് ഈ ഓപ്ഷൻസിലുണ്ടോ നോക്കുക. അതായത് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഓപ്ഷൻ എയിൽ മാത്രമേ ഉള്ളൂ ഡെസിമൽ പോയിന്റിന് ശേഷം 4 അക്കമുള്ള ഒരു സംഖ്യ. അപ്പോൾ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് തന്നെയാണെന്ന് ഉത്തരം എന്ന് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബിയിലാണെങ്കിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 3 അക്കമുള്ളൂ, അപ്പം ബി വരത്തില്ല. ഓപ്ഷൻ സിയിലാണെങ്കിൽ -2 ആണ്, ഡെസിമൽ പോയിന്റിന് ശേഷം അക്കങ്ങളൊന്നുമില്ല, അപ്പം സിയും വരത്തില്ല. ഓപ്ഷൻ ഡിയിലാണെങ്കിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 1, 2, 3, 4, 5 അക്കങ്ങളുണ്ട്, അപ്പം ഓപ്ഷൻ ഡിയും വരത്തില്ല. ഓപ്ഷൻ എയിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 4 അക്കങ്ങളേ ഉള്ളൂ, അപ്പം ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അങ്ങനെ കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം, ഒരാൾ 6000 രൂപയ്ക്ക് ഒരു കസേരയും ഒരു മേശയും വാങ്ങുന്നു. അയാൾ കസേര 10% നഷ്ടത്തിലും മേശ 10% ലാഭത്തിലും വിൽക്കുന്നു. എന്നിട്ടും അയാൾക്ക് മൊത്തത്തിൽ 100 രൂപ ലാഭമുണ്ട്. ഒരു കസേരയുടെ വാങ്ങിയ വില എത്രയാണ്? സൊല്യൂഷൻ, ഇവിടെ ഒരാൾ 6000 രൂപയ്ക്ക് ഒരു കസേരയും മേശയും വാങ്ങി. അയാൾ കസേര 10% നഷ്ടത്തിലും മേശ 10% ലാഭത്തിലും വിൽക്കുന്നു. അയാൾക്ക് മൊത്തത്തിൽ 100 രൂപ ലാഭമുണ്ട്. കസേരയുടെ വാങ്ങിയ വില എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലാഭത്തിൽ വാങ്ങിയത് മേശയാണ്, അപ്പം മേശയുടെ വാങ്ങിയ വില എക്സ് ആയിട്ട് എടുക്കാം. അപ്പം കസേരയുടെ വാങ്ങിയ വില 6000 - എക്സ് എന്ന് വരും. Therefore ഇവിടെ മേശയ്ക്ക് 10% ലാഭമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം 10% ഓഫ് എക്സ് എന്ന് വരും. ഇത് കസേരയ്ക്ക് നഷ്ടമാണ്, 10% നഷ്ടമാണ്. അപ്പം ഇത് -10% ഓഫ് 6000 - എക്സ് എന്ന് വരും. ഇത് ഈസ് ഈക്വൽ ടു 100 ആണ്. ഇതിൻ്റെ മൊത്തം ലാഭം 100 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 10% ഓഫ് എക്സ്, അതായത് 100ൽ 10 എക്സ് മൈനസ് 10% ഓഫ് 6000 - എക്സ്, അതായത് 100ൽ 10 ഇൻറ്റു 6000 - എക്സ് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ ഇവിടെ 10/100 കോമൺ ആണ്, അപ്പോൾ അതിനെ കോമൺ ആയിട്ട് എടുക്കാം. 10/100. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ എക്സ്
മൈനസ് 6000 മൈനസ് 6 ഈസ് ഈക്വൽ ടു 100 എന്ന് വരും. അപ്പോൾ ഇവിടെ 10/100 ഈ 0 വെട്ടി. അപ്പോൾ ഇവിടെ 1/10 ഇൻറ്റു എക്സ് മൈനസ് ഇൻറ്റു 6000 മൈനസ് 6000 മൈനസ് ഓഫ് മൈനസ് പ്ലസ്, അതായത് മൈനസ് ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ ഇവിടെ ഈ 1/10 LHS RHS പോകുമ്പം അത് 100 1/10 എന്നുള്ളത് RHS പോകുമ്പോൾ 10 ആവും. 100 ഇൻറ്റു 10 1000 എന്ന് വരും. ഇവിടെ ആണെങ്കിൽ എക്സും പ്ലസ് എക്സും കൂടെ 2x 2x മൈനസ് 6000 എന്ന് LHS വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 2x മൈനസ് 6000 ഈസ് ഈക്വൽ ടു 1000. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 1000 പ്ലസ് 6000 7000. Therefore x is equal to 7000 divided by 2 is equal to 3500. അപ്പോൾ ഇവിടെ എക്സ് 3500 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ മേശയുടെ വില 3500 ആണ്. അപ്പോൾ കസേരയുടെ വില എന്താണ്? 6000 മൈനസ് എക്സാ. അപ്പോൾ കസേരയുടെ വില 6000 മൈനസ് എക്സ് ആകുമ്പം എക്സിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. കസേര ചെയർ സി ഇസ് ഈക്വൽ ടു 6000 മൈനസ് 3500 ഈസ് ഈക്വൽ ടു 2500 രൂപയാണ് കസേരയുടെ വില. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, ഇത് കറക്റ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് മേശയുടെ വാങ്ങിയ വില 3500 രൂപയാണ്. അപ്പോൾ മേശയ്ക്ക് 10% ലാഭമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3500ൻ്റെ 10% 350 രൂപ മേശയ്ക്ക് ലാഭമായിട്ട് വിറ്റപ്പോൾ കിട്ടി. കസേരയുടെ വാങ്ങിയ വില 2500. അപ്പോൾ കസേരയ്ക്ക് 10% നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 2500ൻ്റെ 10% എന്ന് പറയുമ്പം 250. കസേരയ്ക്ക് 250 രൂപ നഷ്ടവും കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 350 മൈനസ് 250 100 രൂപയാണ്. അപ്പം ഇവിടെ ആകെ അയാൾക്ക് മൊത്തത്തിൽ 100 രൂപ ലാഭമുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 100 രൂപ ലാഭമുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റാണ്. അടുത്ത ചോദ്യം, ആദ്യത്തെ 97 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടെത്തുക. സൊല്യൂഷൻ, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആവറേജ് ഈസ് ഈക്വൽ ടു n പ്ലസ് 1/2. n സംഖ്യകളുടെ എണ്ണമാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ 97 എണ്ണൽ സംഖ്യകൾ. അപ്പോൾ ഇവിടുത്തെ n 97 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആവറേജ് ഈസ് ഈക്വൽ ടു 97 പ്ലസ് 1/2 ഈസ് ഈക്വൽ ടു 98/2 49 ആണ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 275 cc വ്യാപ്തവും 25 ചതുരശ്ര സെൻറ്റിമീറ്റർ അടിസ്ഥാന വിസ്തീർണവുമുള്ള ഒരു ക്യൂബോയിഡിൻ്റെ ഉയരം എത്രയാണ്? സൊല്യൂഷൻ, ക്യൂബോയിഡ് എന്ന് വെച്ചാൽ ചതുരസ്തംഭം. ചതുരസ്തംഭത്തിൻ്റെ ഷേപ്പിനൊരു എക്സാമ്പിളാണ് ഇഷ്ടികയുടെ ഷേപ്പ് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ ക്യൂബോയിഡിൻ്റെ ഉയരം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂബോയിഡിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. ക്യൂബോയിഡിൻ്റെ വോളിയം 275 cc ആണ്. ക്യൂബോയിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് L ഇൻറ്റു ബി ഇൻറ്റു എച്ച്, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. L ലെങ്ത് നീളം, ബി ബ്രെഡ്ത്ത് വീതി, എച്ച് ഹൈറ്റ് ഉയരം. ഓക്കെ, അപ്പോൾ ഇവിടെ LBH ആണ് 275. അടിസ്ഥാന വിസ്തീർണം തന്നിട്ടുണ്ട് 25 ചതുരശ്ര സെൻറ്റിമീറ്റർ. അതായത് അടിസ്ഥാന വിസ്തീർണം എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു
ബ്രെഡ്ത്താണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇവിടെ തന്നിട്ടുള്ളത് 25 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. L ഇൻറ്റു ബി ഇൻറ്റു എച്ച് 275, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 25 ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 275. ദെയർഫോർ ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു 275/25 11 സെൻറ്റിമീറ്റർ. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 10 പുരുഷന്മാർ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുമെങ്കിൽ അതേ ജോലി ചെയ്യാൻ 12 പുരുഷന്മാർക്ക് എടുക്കുന്ന സമയം എത്ര? സൊല്യൂഷൻ. ഇത് ടൈം ആൻഡ് വർക്കിലെ പ്രോബ്ലം ആണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് M1D1 ഈസ് ഈക്വൽ ടു M2D2. ഇവിടെ M ആളുകളുടെ എണ്ണം, D ദിവസങ്ങൾ. അപ്പോൾ ഇവിടെ M1 10, D1 12, M2 12, D2 എത്രയെന്ന് കണ്ടുപിടിക്കണം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1 10 ഇൻറ്റു D1 12 ഈസ് ഈക്വൽ ടു M2 12 ഇൻറ്റു D2. ദെയർഫോർ D2 ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 12 ഈസ് ഈക്വൽ ടു 10. D2 10 ആണ്. ആൻസർ ഓപ്ഷൻ ബി 10 ദിവസം. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക ഭാഷയിൽ സിസ്റ്റർ 535301 എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്കിൾ 8467 എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ബോയ് 129 എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സണ്ണ് എങ്ങനെയാണ് സൂചിപ്പിക്കുക? സൊല്യൂഷൻ. ഇവിടെ സിസ്റ്ററിനെയും അങ്കിളിനെയും ബോയിയെയും കോഡ് ചെയ്തതുപോലെ സണ്ണിനെയും കോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. സിസ്റ്ററിൽ 2 S ഉണ്ട്. ഈ 2 Sന് നേരെയും വന്നിരിക്കുന്ന നമ്പർ 5 ആണ്. അപ്പോൾ ഇവിടെ എസ്സിന് നേരെ വന്നിട്ടുള്ളത് 5 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സണ്ണാണ്. അപ്പോൾ എസ്സിന് നേരെയുള്ള നമ്പർ 5 ആണ്. അപ്പം എസ് കിട്ടി 5 ആണെന്ന്. അപ്പം ഇവിടെ 5ൽ തുടങ്ങുന്നത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാൻ പോവാം. അതായത് ഇത് കോഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു വേർഡ്സിൽ 2 S ഉണ്ട്. അപ്പോൾ ഈ 2 Sന് നേരെ വന്നിരിക്കുന്നത് 5 ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായി. ഈ തന്നിരിക്കുന്ന വേർഡ്സിലെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയിരിക്കുന്ന നമ്പർ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓരോ വേർഡ്സിലെയും ലെറ്റർ എടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ നോക്കി ഇത് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ഇ സിസ്റ്ററിലും ഒരു ഇ ഉണ്ട്, അങ്കിളിലും ഒരു ഇ ഉണ്ട്. ഈ 2 ഇക്ക് നേരെ വന്നിട്ടുള്ളത് 0 ആണ്. അപ്പോൾ ഇവിടെയുള്ള ഓരോ വേർഡ്സിലെയും ലെറ്ററിന് താഴെ വന്നിരിക്കുന്ന നമ്പർ അതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ S5 ആയി. അതുപോലെ ഓയ്ക്ക് നേരെ വന്നിരിക്കുന്ന നമ്പർ 2 ആണ്. എന്നിന് നേരെ വന്നിരിക്കുന്ന നമ്പർ 4 ആണ്. അപ്പോൾ സണ്ണിൻ്റെ കോഡ് 524 ആണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, രണ്ടാമത്തെ സംഖ്യ ആദ്യ സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാമത്തെ സംഖ്യയുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. 31:90, 43:43 സൊല്യൂഷൻ. 31:90, 43:43 31 എങ്ങനെ 90 ആയി, അതുപോലെ 43 എന്തു വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്
ഈ 31ൻ്റെയും 90ൻ്റെയും ഡിഫറൻസ്, അതായത് 90 മൈനസ് 31 59 അതായത് 31ൻ്റെ കൂടെ 59 കൂട്ടിയപ്പോഴാണ് 90 കിട്ടിയത്. അതുപോലെ 43 കൂടി 59 കൂട്ടണം, അപ്പോൾ 102 വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ, ഓപ്ഷൻ സി 102. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ എങ്ങനെ വേണേലും വരാം. അതായത് ചിലപ്പം സ്ക്വയർ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഡിവിഷൻ ആയിട്ടുള്ള ഏതെങ്കിലും നമ്പർ ആയിരിക്കും. അപ്പോൾ ഇത് പ്രാക്ടീസ് കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഐഡിയാസ് വരും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പം 59 ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സംഖ്യകളിൽ നിന്ന് കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. 676, 626, 962, 1090. സൊല്യൂഷൻ, കൂട്ടത്തിൽ പെടാത്തത് അല്ലെങ്കിൽ ഒറ്റയാൻ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള റൂളാണ്. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒരെണ്ണത്തിനൊഴികെ ബാക്കിയുള്ളതിനെല്ലാം ഒരു കോമൺ ആയിട്ടുള്ള പ്രത്യേകത ഉണ്ടായിരിക്കും, അതില്ലാത്തതായിരിക്കും ഒറ്റയാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകളാണ് 676, 626, 962, 1090. അപ്പോൾ ഈ 4 സംഖ്യകളിൽ 3 എണ്ണത്തിന് ഒരു കോമൺ പ്രത്യേകത ഉണ്ടായിരിക്കും, ഒരെണ്ണം അതിൽ നിന്ന് വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 676 എന്ന് പറയുമ്പം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള സംഖ്യയാണ്. അതായത് 26ൻ്റെ സ്ക്വയറാണ് 676. 626 എന്ന് വെച്ചാൽ 25ൻ്റെ സ്ക്വയർ പ്ലസ് 1. 25ൻ്റെ സ്ക്വയർ 625. 625 പ്ലസ് 1 626. 962 എന്ന് വെച്ചാൽ 31 സ്ക്വയർ പ്ലസ് 1. 31ൻ്റെ സ്ക്വയർ 961. 961 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 962. അതുപോലെ 1090 എന്ന് പറയുമ്പം 33ൻ്റെ സ്ക്വയർ പ്ലസ് 1. 33ൻ്റെ സ്ക്വയർ 1089 പ്ലസ് 1 1090. അപ്പം ഇവിടെ എന്താണ്, സ്ക്വയർ പ്ലസ് 1. ഇത് മൂന്നും ഒരു സംഖ്യയുടെ സ്ക്വയറിനോട് കൂടി 1 കൂട്ടിയപ്പോഴാണ് ഇത് മൂന്നും വന്നിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ ഇതൊരു 676 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്. അപ്പോൾ ഇത് മൂന്നെണ്ണത്തിനകത്ത് നിന്ന് വ്യത്യാസമായി നിൽക്കുന്നത് 676. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ 676. ഇനി ഇത് നിങ്ങൾക്കിത് പെട്ടെന്ന് നോക്കുമ്പോൾ തോന്നും 676 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്, ബാക്കിയുള്ളതൊന്നും സ്ക്വയർ അല്ല എന്ന്. അങ്ങനെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, പക്ഷേ റൂള് വൈസ് ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് തോന്നും 1090, 1089ൻ്റെ ഒക്കെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അതിനുള്ള ട്രിക്ക് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ ഇത് പെട്ടെന്ന് തന്നെ സ്ക്വയർ റൂട്ടൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, അനു കിഴക്കോട്ട് 20 മീറ്റർ നടന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ നടന്നാൽ പിന്നെ വലത്തേക്ക് തിരിഞ്ഞ് 25 മീറ്റർ നടക്കും. ഇതിനുശേഷം വലത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ നടന്നാൽ ഇപ്പോൾ അവൾ ആരംഭ സ്ഥാനത്ത് നിന്ന് എത്ര അകലത്തിലാണ് ഉള്ളത്? സൊല്യൂഷൻ, ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലമാണ്. അപ്പോൾ ഇത് ഫിഗർ വരച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഡയറക്ഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഇവിടെ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, ഇങ്ങനെയാണ് ഡയറക്ഷൻ്റെ ഫിഗർ വരുന്നത്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെസ്റ്റും ഈസ്റ്റും കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. വെസ്റ്റും ലെഫ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്, അത് വെച്ചങ്ങ് ഓർത്താൽ മതി. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്. അപ്പോൾ വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും, ഈസ്റ്റ് വരുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഫിഗർ വരയ്ക്കാം. ഈ ഒരു പോയിന്റിലാണ് അനു നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അനു കിഴക്കോട്ട് 20 മീറ്റർ നടക്കുക.
അപ്പോൾ കിഴക്കോട്ട് 20 മീറ്റർ നടന്നു, ഇടത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ. ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയുക. അപ്പോൾ ഇവിടുന്ന് ഇടത്തേക്ക് 15 മീറ്റർ നടന്നു, പിന്നെ വലത്തേക്ക് തിരിഞ്ഞ് 25 മീറ്റർ നടക്കും. വലത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് 25 മീറ്റർ വലത്തേക്ക് നടന്നു. ഇതിന് ശേഷം വലത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ നടക്കുക. അതായത് ഇവിടുന്ന് വലത്തേക്ക് 15, അതായത് റൈറ്റ് സൈഡിലോട്ട് 15 മീറ്റർ നടക്കുക. ഇപ്പോൾ അവൾ ആരംഭ സ്ഥാനത്ത് നിന്ന് എത്ര അകലത്തിലാണ് ഉള്ളത്? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഇതിത്രയും 15ആണ്, ഇത് രണ്ടും. അപ്പോൾ ഇവിടെ 25 ആവുമ്പം ഈ ഡിസ്റ്റൻസും 25 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് 20 + 25 = 45 മീറ്റർ ദൂരമാണ്. ആൻസർ ഓപ്ഷൻ ഡി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വർഷത്തിലെ സെപ്റ്റംബർ 13 തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ അതേ വർഷം ഒക്ടോബർ 18 ആഴ്ചയിലെ ഏത് ദിവസമായിരിക്കും? സൊല്യൂഷൻ. സെപ്റ്റംബർ 13 മൺഡേ ആണ്. ആ വർഷത്തിലെ ഒക്ടോബർ 18 ഏത് ദിവസമായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന മാസത്തിന് ശേഷമുള്ള മാസത്തിലെ ദിവസമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആകെ ദിവസം കണ്ടുപിടിക്കുക. ഈ ആകെ ദിവസത്തിനെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി കൂട്ടിയാൽ കണ്ടുപിടിക്കേണ്ട ദിവസം കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ സെപ്റ്റംബർ 13-ാം തീയതിയിലെ ദിവസം തന്നിട്ടുണ്ട്, തിങ്കളാഴ്ചയെന്ന്. ഒക്ടോബർ 18-ാം തീയതി ഏത് ദിവസമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആകെ ദിവസം ആദ്യം കണ്ടുപിടിക്കണം. അതായത് സെപ്റ്റംബർ 13 കഴിഞ്ഞ് ഉള്ള ദിവസം തൊട്ട് ഒക്ടോബർ 18-ാം തീയതി വരെ എത്ര ദിവസം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സെപ്റ്റംബർ 13 കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒരു 30 ദിവസമുള്ള മാസമാണ്. അപ്പോൾ ഇവിടെ സെപ്റ്റംബർ 13 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബറിൽ 17 ദിവസമാണ് ഉള്ളത്. അതുപോലെ ഒക്ടോബർ 18-ാം തീയതി കണ്ടുപിടിക്കേണ്ടത്. അപ്പം 18 ദിവസമാണ് ഒക്ടോബറിലുള്ളത്. അപ്പം 17-ഉം 18-ഉം 35 ദിവസമാണ് ആകെ ദിവസമുള്ളത്, ടോട്ടൽ ഡേയ്സ്. ആകെ ദിവസത്തിനെ 7 കൊണ്ട് ഹരിക്കണം. 35/7 ചെയ്താൽ ശിഷ്ടം 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ശിഷ്ടം ഈ തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ മൺഡേ ആണ് തന്നിരിക്കുന്ന ദിവസം. മൺഡേ +0 മൺഡേ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒക്ടോബർ 18-ാം തീയതി മൺഡേ ആണ്, തിങ്കളാഴ്ച. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ, തിങ്കളാഴ്ചയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്